തുടർന്ന് ദേവകി പ്രസവിച്ച 6 കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു. 7ാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു. അലറിപ്പെയ്യുന്ന പേമാരിക്കും ആടിത്തിമിർത്ത കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു. എന്നാൽ കൃഷ്ണന്റെ ജനനം നടന്ന ഉടൻ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു. നന്ദഗോപരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടുകിടത്തി. കുഞ്ഞ് പ്രസവിച്ചു എന്ന കാര്യം അറിഞ്ഞ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞു. എന്നാൽ ബാലിക ആകാശത്തിലേക്ക് പറന്ന് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് കംസനോട് പറഞ്ഞു. ഇത് കേട്ട് ഭയചകിതനായ കംസൻ ആയിടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കാൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു. അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്നത്. ഇവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ കൃഷ്ണന് നൽകി. എന്നാൽ കൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനെയും വലിച്ചെടുത്തു. ഇതിനുശേഷം കൃഷ്ണനെ കൊല്ലാനായി തൃണാർത്തൻ എന്ന അസുരനെ കംസൻ അയച്ചു. കൊടുങ്കാറ്റായി എത്തിയ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറന്നകന്നു. എന്നാൽ കഴുത്തിൽ ഞെരുക്കി തൃണാർത്തനെ ശ്രീകൃഷ്ണൻ വധിച്ചു. പിന്നീട് കംസൻ അയച്ച ശകടാസുരൻ, വത്സൻ, ഭഗൻ, അഖൻ എന്നീ അസുരന്മാരെയെല്ലാം ശ്രീകൃഷ്ണൻ വധിച്ചു കളഞ്ഞു. എല്ലാ നീക്കങ്ങളിലും പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനുർയാഗം നടത്താൻ തീരുമാനിച്ചു. മധുരാപുരിയിലെ യാഗത്തിലെത്തിയ ബലരാമനും കൃഷ്ണനും പൂജിച്ചു വച്ചിരുന്ന വില്ല് മുറിച്ചു കളഞ്ഞു. തുടർന്ന് എതിരിടാൻ വന്ന കംസനെ കൃഷ്ണൻ വധിച്ചു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ഈ ജന്മദിവസത്തെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ഇന്ന് ആഘോഷിക്കുന്നു.